കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2 എപ്പിസോഡ് 7 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ സീസൺ 1 പിന്നെ സോളോ ലെവലിംഗിൻ്റെ പ്രീവിയസ് ഉള്ള സീസൺ എല്ലാം കണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, സോളോ ലെവലിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം. സോ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു 1.5K ലൈക്സിലേക്ക് നമുക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. സോ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഷാഡോ വേൾഡാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സുഹോ പറയുന്നുണ്ട് 98, 99, 100. അങ്ങനെ അവസാനം നമ്മുടെ ക്വസ്റ്റ് പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഡെയിലി ക്വസ്റ്റ് പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അമിത് പറയുന്നുണ്ട്, യങ്ങമണാച്ച് താങ്കൾ ആദ്യമൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോഴാട്ടെ എന്നെയും ക്യാരിച്ചുകൊണ്ട് എല്ലാ മിഷൻസും താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ടൈമിൽ സുഹോ പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ ബോഡി കുറച്ച് ഹെവി ആയിട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും, ഞാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ. എന്തായാലും അമിത് ഗുഡ് വർക്ക്. യങ്ങമണാച്ച് ശരിക്കും മാറിപ്പോയല്ലേ. സത്യം പറഞ്ഞാൽ പുള്ളിക്കെൻ്റെ മാനയും ബോഡി മാത്രമല്ല, പുള്ളിക്കെൻ്റെ എല്ലാം തന്നെ മാറിപ്പോയി. ആ സമയത്ത് സുഹോ പറയുന്നുണ്ട്, ഞാനെന്തായാലും പുറത്തേക്ക് പോവാണ്, എനിക്ക് പുറത്ത് കുറച്ചധികം പണിയുണ്ട്. താങ്കൾ ഇപ്പോഴേ പോകുവാണോ? ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, കാര്യം എനിക്ക് ഇന്നൊരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ ക്ലിയർ ചെയ്യാനുണ്ട്. എന്ത് ഫീൽഡ് ടൈപ്പ് ഡഞ്ചനോ? ഞാൻ ഇന്നലെ അസോസിയേഷൻ ഹെഡായിട്ട് സംസാരിച്ചിരുന്നു. സോ ഈ സ്റ്റാർ പൗഡർ ഫാക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് എനിക്ക് എന്തായാലും കുറേയല്ല എല്ലാ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻസും റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പാടായിരുന്നു, കാര്യം എല്ലാ ഗിൽഡ്സിനും താഴെയാണ് ഈ കാര്യമുള്ളത്. പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്തായാലും പോകുവാണ്. എന്തായാലും ആ ഒരു കണ്ടീഷൻ ഞാൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് സഹായിക്കാമല്ലോ. ആ സമയത്തിന് സുഹു പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, എനിക്ക് എന്തായാലും ഹെൽപ്പ് വേണ്ടപ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് നൈസായി പോയിട്ടുണ്ട്. അവരായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ അവിടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ഡി റാങ്ക് ഡഞ്ചറാണ്. നമ്മുടെ ഹണ്ടർ മീഹോയും അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ ഗിൽഡ് മാസ്റ്ററൊക്കെ എന്താണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? എല്ലാ ഓണർഷിപ്പും കൂടെ ഒരുത്തന്നെ മെയിലിട്ട് എന്തിനാണ് കൊടുത്തത്? അത് ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ്റെ. ഇവർക്കാർക്കും അറിയാമല്ലേ ഒരു ഗിൽഡിലെ ഏറ്റവും വലിയ ഏണിങ്സ് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ആ ടൈമിൽ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകുന്ന ഹണ്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സങ് സുഹോ അതാരാണ്? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അവൻ നമ്മളെ എ റാങ്കിസ്റ്റിനെ ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ല, പകരം ആ ഒരു സ്പോട്ട് മാത്രം ഫീൽ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ജലസി ഉണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ഹണ്ടറിന് അത് ഒറ്റയ്ക്ക് ഹോളിനെ എന്നെ ഒരുമിച്ച് നേരിടാൻ പറ്റുമെന്ന്. നീ ശരിക്കും ക്യൂരിയസ് അല്ലേ? ക്യൂരിയസ് ആണോന്നോ? എൻ്റെ അച്ഛൻ അവനെ പറ്റി പറയുന്ന കേൾക്കാൻ നേരത്ത് തന്നെ ഞാൻ എന്തോ പോലെ ആയിപ്പോൾ. പിന്നെ പുള്ളിക്കാൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങൾ പറയാൻ നേരത്തു ആ ടൈമിൽ മറ്റേ ഹണ്ടർ പറയുന്നുണ്ട്, സോ ഒരു ഹണ്ടറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലേ? ഗിൽഡ് മാസ്റ്റർ ചോയി പറഞ്ഞത് എന്തുമാത്രം ശരിയാണെന്ന് എന്തായാലും ഇപ്പം കാണാം. നമ്മുടെ പാക് ഡോജിനും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടാവും. അവർ ശരിക്കും ഞെട്ടി, ഇതെന്താണ്, ഇതൊരു എർത്തിക്കാണോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ പോയിട്ട് 1 മണിക്കൂർ മാത്രമേ ആയുള്ളല്ലോ. ഈ സമയത്താണ് സുഹോ ദൂരത്തു നിന്ന് നടന്നു വരുന്നത്. സുഹോനെ പുറകിലായിട്ട് കുറേ ഷാഡോ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും താമസിച്ചല്ലേ, ഞാൻ ബോസിനെ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്തു, പക്ഷേ മൈൻഡ് ചെയ്യാനൊക്കെ കുറച്ച് താമസിച്ചു. പിന്നെ എനിക്കിനി 3 സ്ഥലത്തും കൂടെ പോകാനുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. ആ സമയത്ത് അവർ പറയും ചെയ്യും, ഇതൊരു ഡി റാങ്ക് ഡഞ്ചനാണ്, പക്ഷേ വെറും 1 മണിക്കൂർ കൊണ്ട് അവനത് ഫുള്ളി ഡിഫീറ്റ് ചെയ്ത് എല്ലാ എസൻസ് സ്റ്റോൺ എടുത്തണമെന്നല്ലോ. ഇവൻ സത്യം പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പാക് ഡൂജിനായിട്ട് സുഹയുടെ വളർച്ച കണ്ട് ശരിക്കും സർപ്രൈസ് ആയിട്ട് ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണ്ടേഴ്സിനെയാണ്. ആ ടൈമിൽ നമ്മുടെ ചോയ് പറയുന്നുണ്ട്, അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കീഴിലുള്ള എല്ലാ ഫീൽഡ് ടൈപ്പ് ഡഞ്ചനും അത് അവൻ്റെ കൊടുത്തത് അത് നല്ലൊരു ഡിസിഷൻ തന്നെയാണോ? കാര്യം എൻലെസ് അല്ല ഫോർച്യൂണും എസൻസ് സ്റ്റോണും മെറ്റീരിയൽസും മാജിക്കൽ ബിസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവിടെ നിന്നല്ല കിട്ടുന്നത്. ഈ ടൈമിൽ ബേക്ക് പറഞ്ഞു, ഹണ്ടർ ചോയ് ജോങ്ങിൻ, നീ ശരിക്കും ഗ്രീഡിൻ്റെ റീഇൻകാർണേഷൻ വല്ലതും ആണോ? നീ ആലോചിച്ചൊക്കെ, ഇറ്ററംസ് ഈ ലോകം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്തെങ്കിലും വിലയുണ്ടോ? അതും ശരിയാണ്, പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാൽ ആരെ കണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീൽഡ് ടൈപ്പിലുള്ള ഡഞ്ചൻ്റെ മാസ്റ്റർ തന്നെ എല്ലാം കൂടെ അവൻ്റെ മേലിൽ കൊടുക്കാനായിട്ട് ഇത്രയധികം സപ്പോർട്ട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് അവനെക്കുറിച്ച് ഓർക്കാൻ നേരത്ത് ശരിക്കും സങ്കടമുണ്ടല്ലേ? അതൊന്നുമില്ല, അവൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടില്ലേ, ഈ സ്റ്റാർഡസ്റ്റിൻ്റെ പൗഡറൊക്കെ ഫാക്ടറൊക്കെ വരുന്നത് ഈ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻസിനകത്താണ്. ആൻഡ് ലീമൻസ് ഇങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച എല്ലാത്തിനെയും ഞാൻ എലിമിനേറ്റ് ചെയ്യും. അത് എന്തുകൊണ്ടും ഒന്നാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരേ ഒരു കാര്യം, ഇനി എന്തെങ്കിലും ചാൻസുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ അന്ന് കണ്ട പോലത്തെ ആ മോൺസ്റ്റേഴ്സാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇത് കേൾക്കാറുണ്ട് ബേക്കിനും ഉത്തരമില്ലായിരുന്നു. കാര്യം ബേക്കും ശരിക്കും പേടിച്ച് വരച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു മോൺസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നത്. നിങ്ങൾ ശരിക്കും കൺസേൺ ആണല്ലോ, അത് നോർമലി നിങ്ങളെപ്പോലെയല്ലോ ചെയർമാൻ.
ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഇതിന് തടയാനായിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും വരുന്നത് ഉറപ്പായിട്ടും വരും. സൂഹോയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവൻ്റെ ഈ ഒരു വളർച്ച വെച്ച് നോക്കേണ്ടത് ബാക്കിയുള്ള ഗിൽസൊക്കെ അത് ഒപ്പോസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ ചോയ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ പാക് ടൂജിനും ബേക്ക് മീഹോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും പാസ്റ്റ് വലിയ മെമ്മറീസ് ഒന്നും റീകോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഈ ഇൻവെൻഷനും ഔട്ടർ സ്പേസും ഇതൊന്നും ചിലപ്പോൾ അവർ വിശ്വസിച്ചൊന്നും വരത്തില്ല. സോ അവർ നിനക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ നീ കുറച്ചുകൂടെ ഒന്ന് വലുതാകണം. ഞാൻ കുറച്ചുകൂടെ വലുതാകണോ? അതെ, ആ ടൈമിൽ നമ്മുടെ വു പറയുന്നുണ്ട്, നാഷണൽ ലെവൽസ്. നീ കേട്ടിട്ടില്ലേ, തോമസ് ആൻഡ്രെ ഫ്രം USA, ലിയു സിംഗാങ് ഫ്രം ചൈന, സിദ്ധാർത്ഥ് ബച്ചൻ ഫ്രം ഇന്ത്യ. ഇവരെല്ലാം നാഷണൽ ലെവൽ ഹണ്ടേഴ്സാണ്. ഒരു നേഷനെ തന്നെ തകർക്കാനുള്ള ശക്തി ഇവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് സുഹോ, നീ അതേപോലത്തെ ഒരു നാഷണൽ ലെവലായി കഴിഞ്ഞാൽ എല്ലാവരും നിന്റെ പുറകെ വന്നാലും എല്ലാ ഹണ്ടേഴ്സും എല്ലാവരും നിന്നെ ബിലീവ് ചെയ്തോളും. സോ ഒരു നാഷണൽ ലെവൽ ഹണ്ടർ ആകണമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാസം നിങ്ങൾ എനിക്കിതാ, ഞാൻ അതുപോലത്തെ ഒരു ഹണ്ടറെ കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബാറ്റിൽ തൽക്കാലം നേരിടാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഒരു റൂം തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതൊരു കോൺഫറൻസ് റൂമായിരുന്നു. അതിനകത്തായിട്ട് കുറേ ഗിൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഇതെല്ലാം ചെയ്യുന്നത് സുഹോയുടെ ഗ്രോത്തിന് വേണ്ടിയാണ്. ഈ സമയത്ത് തന്നെ സുഹോ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ണി കണ്ട എല്ലാ മോൺസ്റ്റേഴ്സിനെയും നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. സുഹോ വളരെയധികം പെട്ടെന്ന് തന്നെ സ്ട്രോങ്ങറെ മാറുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സുഹോയായിട്ട് ഒരു ഡഞ്ചൻ പൊട്ടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, ബേക്ക് മീഹോ, എൻ്റെ കണ്ണ് ശരിക്കും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്. വെറും 2 ദിവസം കൊണ്ട് അവൻ എത്രത്തോളം ഫീൽഡ് ടൈപ്പ് ടെൻഷനാണ് ക്ലിയർ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 D റാങ്ക്, 4 C റാങ്ക് ആൻഡ് 2 B റാങ്ക്. ഇത് പോസിബിൾ ആണോ? ആൻഡ് ഏറ്റവും വലിയ ഇമ്പ്രസീവുള്ള കാര്യം എന്ന് പറയുന്നത് ഇവനിതെല്ലാം ചെയ്യുന്നത് അതും ഒറ്റയ്ക്കാണ്. ആൻഡ് ഓരോ തവണ ആ ഒരു ഡഞ്ചൻ ക്ലിയർ ചെയ്ത് അവൻ പുറത്തേക്ക് വരാൻ നേരത്ത് അവൻ്റെ പവർ കൂടുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ശരിക്കും ഇവന് ലെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലേ? ഈ ടൈമിൽ തന്നെ നമ്മുടെ സുഹോ തൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, സോ എൻ്റെ മാന മെഷർ ചെയ്യുന്നത് MBയിലാണ്. ആൻഡ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഷാഡോ അതോറിറ്റി കുറച്ചുകൂടെ ഈസിയർ ആകുന്നുണ്ട്. അതിനർത്ഥം എൻ്റെ മാന ശരിക്കും കൂടുന്നുണ്ടെന്നാണ്. ആ ടൈമിൽ നമ്മുടെ ബെറു പറയുന്നുണ്ട്, യങ് മാർസ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ആ കാണുന്ന ഇസ്രാങ്കോട് ഞാൻ താങ്കളുടെ മാന വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറഞ്ഞു തരാം. ബെറു, തൽക്കാലം അത് വേണമെന്നില്ല, കാര്യം അതെനിക്ക് ഓൾറെഡി സെൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ടൈമിൽ തന്നെ നമ്മുടെ പാക് ടൂജിൻ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹയാണ്. സുഹയായിട്ട് തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. ആ സമയത്ത് തന്നെ അവൻ എന്തോ ഒന്ന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവൻ പറയും ചെയ്യും, എന്നാലും ഇത് കുറച്ച് മോശമായി പോയി കേട്ടോ. ഞാൻ ആലോചിച്ചത് നിന്റെ ഫാമിലി അങ്ങനെ ഇവിടേക്ക് ആദ്യം വന്നിരുന്നെങ്കിൽ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിന്നെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെയാണ് ഇവിടേക്ക് ആദ്യം വന്നത്. സങ്, സുഹോ ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഹാങ് ഡോൺ സു ആയിരുന്നു. അതിനൊരു S റാങ്ക് വില്ലൻ കൂടിയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോ താഴെയിട്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മുടെ സുഹോയും ഒരു S റാങ്കുള്ള പ്രോപ്പറുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഈ ഫൈറ്റ് കുറച്ചധികം സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. കാര്യം നമ്മുടെ ഹാങ് ഡോങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സങ് ജിൻവുവിൻ്റെ ഒരു പ്രീവിയസ് അല്ല ഷാഡോ കൂടിയാണ്. സോ ഇതെന്താ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ കണ്ട് മനസ്സിലാക്കാം. അടുത്ത വ്യാഴാഴ്ച തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വരുന്നതാണ്.